Hello guys, welcome back to our channel. This is me with Malloof എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ മാസ്റ്റർ ആൽമേറ്റ് ഓടിച്ചുകൊണ്ടിരുന്ന കാറിലേക്ക് വലിയൊരു ബോംബ് ഇടുകയാണ്. പക്ഷെ മാസ്റ്റർ ആണെങ്കിൽ ജസ്റ്റ് മിസ്സിന് കാർ അങ്ങനെ വെട്ടി തെറിപ്പിച്ച് വിടും. സോ സൈഡിൽ ബോംബ് പൊട്ടി മാസ്റ്ററും കാറും ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെടുകയാണ്. അപ്പൊ ദൂരത്തായിട്ട് വലിയ എന്തോ റാഡ് പോലുള്ള സാധനങ്ങളുമായിട്ട് രണ്ടുപേരെ കാണും. മാസ്റ്ററിനാണെങ്കിൽ ഏകദേശം കാര്യം പിടികിട്ടും. ഇസക്കിന്റെ ആ പവറിന് വേണ്ടി തങ്ങളെ തമ്മിൽ പിരിക്കാനാണ് ഇത്തരത്തിൽ ഒരു അറ്റാക്കിംഗ് മോഡ് അതിവർ പ്ലാൻ ചെയ്യുന്നത്. സോ എത്രയും വേഗം ബാക്കിയുള്ള സൂപ്പർ ഹീറോസിനെ ഇത് അറിയിക്കണം ചിന്തിച്ച് അദ്ദേഹമാണെങ്കിൽ ബാക്കിയുള്ളവരെ ഇത് അറിയിക്കും. ആ സമയത്ത് അവരാണെങ്കിൽ കയ്യിലുണ്ടായിരുന്ന ആ റാഡ് പോലുള്ള സാധനം കാറിന് നേരെ കയക്കുകയാണ്. അത് റാഡല്ല, മറിച്ച് റോക്കറ്റ് ലോഞ്ചറാണ്. അത് കാറിന്റെ തൊട്ടടുത്ത് എത്തേണ്ട താമസം മാസ്റ്റർ ആണെങ്കിൽ പുറത്തേക്ക് ചാടും. അതങ്ങനെ പൊട്ടിത്തെറിക്കും. ഇപ്പൊ മാസ്റ്ററിനെ കണ്ട് അവരാണെങ്കിൽ ഒരു സെക്കൻഡ് ഷോക്ക് ആവുകയാണ്. പക്ഷേ മാസ്റ്റർ ആൽമൈറ്റിനാണെങ്കിൽ ഇപ്പൊ പവർ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞ് അവരാണെങ്കിൽ മുൻപോട്ടേക്ക് വരും. ആൽമൈറ്റ് ആണെങ്കിൽ ഒരു സെക്കൻഡ് ഇപ്പൊ നമ്മുടെ ഹീറോ പയ്യൻ ഇസക്കിന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ആലോചിക്കുകയാണ്. എനിക്ക് വേണ്ടിയാണ് ഈ വലിയ റിസ്ക് അവൻ ഏറ്റെടുത്തത്. സോ എന്റെ ജീവൻ ബലി കൊടുത്തിട്ടാണെങ്കിലും അവന്റെ ജീവൻ ഞാൻ പ്രൊട്ടക്ട് ചെയ്യും. ആ കാര്യങ്ങളെല്ലാം ഓർത്ത ആൽമൈറ്റ് ആണെങ്കിൽ അവരോട് പറയും, അവരുടെ ലക്ഷ്യം എന്താണെന്ന് എനിക്കറിയാം. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. അവന്റെ ദേഹത്ത് ഒരു പോറൽ പോലും വീഴാൻ ഞാൻ അനുവദിക്കില്ല. കട്ട് ചെയ്ത ഇവിടെ വില്ലത്തിയാണെങ്കിൽ ഹീറോയുടെ പിന്നാലെ ഓടുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ നന്നായിട്ട് അറിയാം ഡബോറയ്ക്കും ആൽഫാർ വണ്ണിനും വേണ്ടിയാണ് അവൾ ഇത് ചെയ്യുന്നതെന്ന്. സോ അവളുടെ എയിം അത് കറക്റ്റായിട്ട് അവന്റെ ദേഹത്ത് കൊള്ളാതിരിക്കാനായിട്ട് അവനാണെങ്കിൽ സിക്സാക് ലെവലിൽ ഓടും. ആ സമയം ഒരു ബുള്ളറ്റ് അവന്റെ നേർക്ക് വരും. സൈഡിൽ ശബ്ദം ഉണ്ടാക്കി വെട്ടിത്തിരിഞ്ഞ് മറ്റൊരു ദിശയിലേക്ക് മാറും. പക്ഷെ ഹീറോയെ ഞെട്ടിച്ചുകൊണ്ട് അവന്റെ വയറ്റിൽ ഇപ്പൊ ഒരു ബുള്ളറ്റ് അങ്ങനെ തറച്ച് കയറുകയാണ്. അവനാണെങ്കിൽ ഷോക്കാവും. അപ്പോഴായിരിക്കും ഹീറോ ഒരു കാര്യം തിരിച്ചറിയുക. ആൽഫാർ വണ്ണ് ഒരു ക്വിക്സ് പവർ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. അതാണ് എയർവാക്ക്. ആദ്യത്തെ ബുള്ളറ്റിൽ നിന്ന് അവൻ ഡൈവേർട്ടായി പോയപ്പോൾ തന്നെ ഏകദേശം അവൻ പോകുന്ന റേഞ്ച് അവൾ മനസ്സിലാക്കി. സോ അത് പ്രഡിക്റ്റ് ചെയ്താണ് അവൾ രണ്ടാമത്തെ അറ്റാക്ക് നടത്തിയത്. സോ എത്രയും വേഗം അവളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് മാറിയില്ല എങ്കിൽ അവൾ ഈസി ആയിട്ട് അവനെ കീഴ്പ്പെടുത്തുമെന്ന് അവൻ തിരിച്ചറിയും. എങ്കിൽ മറ്റു വഴിയില്ലാതെ ഇപ്പൊ സ്മോക്ക് സ്ക്രീൻ അത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങുകയാണ്. വില്ലത്തിയാണെങ്കിൽ ഞെട്ടും. അവന് മൾട്ടിപ്പിൾ പവറുള്ള കാര്യം അവൾ അപ്പോഴായിരിക്കും മനസ്സിലാക്കുക. എമ്പത്തറ്റിക് ആണെങ്കിൽ ഇപ്പൊ അവനോട് ദേഷ്യപ്പെടും. ഓൾറെഡി ആ ഒരു സ്മോക്ക് പവർ അത് ഓവറായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് അവനോട് പറഞ്ഞതാണ്. പക്ഷെ വേറെ വഴിയില്ലാതെ ഹീറോ ആണെങ്കിൽ വളരെ സ്ട്രെസ് ഉപയോഗിച്ച് ഒരുപാട് സ്മോക്ക് അങ്ങനെ റിലീസ് ചെയ്ത് വിട്ടുകൊണ്ടേയിരിക്കും. ഹീറോ ആണെങ്കിൽ എൻഡോർ പറഞ്ഞ ഒരു കാര്യം ആലോചിക്കും. നീ രണ്ട് കാര്യം മനസ്സിൽ ആലോചിച്ച് വേണം ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനായിട്ട്. കാരണം നിന്നെ കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ ചേർത്ത് ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അവൻ ആ കാര്യം ആലോചിച്ച് ഇരുന്ന് എഴുന്നേൽക്കാനായിട്ട് തുടങ്ങും. ഉടനെ കാര്യം പിടികിട്ടിയ അവന്റെ 1 for all പവർ യൂസർ ആയിട്ടുള്ള ഒരാള് അവനെ തടയാനായിട്ട് ശ്രമിക്കും. നിന്നെ കൊണ്ട് അതിപ്പോ ചെയ്യാനായിട്ട് കഴിയില്ല, അത്രയ്ക്ക് നീ ആയിട്ടില്ല. പക്ഷെ ഹീറോ അത് കേൾക്കാതെ വീണ്ടും അത് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ ഹീറോയും അറ്റ് എ ടൈം 2 പവർ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ആ റെഡ് രൂപത്തിലുള്ള അവന്റെ പവറാണ് ഇപ്പൊ ഹീറോ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അവൻ വീണ്ടും താക്കീത് കൊടുത്തുകൊണ്ടേയിരിക്കും. പക്ഷെ ഹീറോയ്ക്കാണെങ്കിൽ സമയമില്ല. എങ്ങനെയെങ്കിലും ആ വില്ലത്തിപ്പെണ്ണിനെ പിടിക്കുകയാണെങ്കിൽ ഡബോറയെ കുറിച്ചും ആൽഫാർ വണ്ണിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അവന് കിട്ടാതിരിക്കില്ല. സോ അതിനുവേണ്ടിയാണെങ്കിൽ അവൻ വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത് കാണിക്കും. അവളാണെങ്കിൽ ഇപ്പൊ മുകളിൽ അങ്ങനെ ഹീറോയെ നോക്കി നിൽക്കുകയാണ്. അവൻ ആ സ്മോക്ക് വിട്ട് പുറത്തേക്ക് വരുന്ന അടുത്ത നിമിഷം ഷൂട്ട് ചെയ്യാനായിട്ട് അവൾ അങ്ങനെ കാത്തു നിൽക്കും. അടുത്ത നിമിഷം അവന്റെ ബ്ലാക്ക് വെബും അതുപോലെ ഡ്രസ്സും പുറത്തേക്ക് വരും. അതുകൊണ്ട് അവൾ ഷൂട്ട് ചെയ്യും. പക്ഷെ അതിൽ അവനില്ല. അതിനുശേഷം അവന്റെ ഷൂസും ഗാഡ്ജറ്റും ഒന്നൊന്നായത് പുറത്തേക്ക് വരും. അവൾ അറഞ്ചം പുറഞ്ഞ് ഷൂട്ട് ചെയ്ത് വീണ്ടും അവളുടെ ബുള്ളറ്റിൽ ഓടിയാൻ ശ്രമിക്കുന്ന ആ സമയം നമ്മുടെ ഹീറോ ആണെങ്കിൽ വലിയൊരു ബിൽഡിംഗ് തകർത്ത് അവളുടെ പുറകിലൂടെ വന്ന് അവളെ പിടിക്കും. അവളാണെങ്കിൽ അങ്ങനെ ഒരു മൂവ്മെന്റ് അത് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. ഒരു കാര്യം അവൾക്ക് മനസ്സിലാവും. ആ ഒരു ഫോഗിന്റെ ഉള്ളിലിരുന്ന് അവൻ എന്തോ ഒന്ന് ചെയ്തു. അവന്റെ പവർ ഇപ്പൊ കൂടിയിട്ടുണ്ട്. കട്ട് ചെയ്ത ഫ്ലാഷ് ബാക്ക് കാണിക്കും. അവൻ ആ ഫോഗിന്റെ ഉള്ളിലിരുന്ന് അവളുടെ ഡയറക്ഷൻ മനസ്സിലാക്കാനായിട്ട് അവന്റെ ഗാഡ്ജറ്റ്സുകൾ, കയ്യിലുണ്ടായിരുന്ന സാധനങ്ങൾ അത് നാനാഭാഗത്തേക്ക് എറിഞ്ഞ് അവളുടെ ലൊക്കേഷൻ മനസ്സിലാക്കി അവളെ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്തു. അവൻ ദേഷ്യപ്പെട്ട് ായിട്ട് അവളോട് ചോദിക്കും, സത്യം പറയും ആൽഫാർ വൺ അവൻ എവിടെയുണ്ട്? പക്ഷെ ഹീറോയെ ഞെട്ടിച്ചുകൊണ്ട് അവൾ അങ്ങനെ കൈ പുറകിലേക്ക് കൊണ്ടുവന്ന് അവന്റെ വയറ്റിൽ ഷൂട്ട് ചെയ്യാണ്. ആ ഒരു ബുള്ളറ്റ് തറച്ച് കൈവിട്ട് ഹീറോ താഴേക്ക് പോകും. ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ഒരു സൂപ്പർ ഹീറോ ആയിരുന്ന ഇവളെങ്ങനെ ആ വില്ലന്മാരോടൊപ്പം ചേർന്നു? അവളാണെങ്കിൽ ടെററായിട്ട് പറയും, നീതി എന്നൊന്ന് അത് ആർക്കും ലഭിക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്രകാരമായി മാറിയത്. ഡബിൾ ഗെയിം കളിക്കുന്ന ഒരുപാട് സൂപ്പർ ഹീറോസിനെ ഞാൻ കണ്ടു മടുത്തു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മിഷനിൽ ഏർപ്പെട്ടതെന്ന്
എന്ന് പറഞ്ഞ് അവളാണെങ്കിൽ അറഞ്ച പുറഞ്ഞ് ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ബുള്ളറ്റ്സിൽ ഒരു സ്പീക്കർ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ അവൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ സ്പീക്കറിലൂടെ പുറത്തേക്ക് വരും. പബ്ലിക്കിന് മുൻപിൽ അവൾക്ക് മറ്റൊരു ഫേസ് ആണ്. സീക്രട്ട് ആയിട്ട് അവളും അവളുടെ ടീമും ഹീറോസിൽ ആരൊക്കെയാണ് ഡബിൾ ഗെയിം കളിക്കുന്നതെന്ന് കണ്ടു മനസ്സിലാക്കി അപ്രകാരം ചെയ്യുന്നവരെ കൊന്നുകളയും. അതാണ് അവളുടെ രണ്ടാമത്തെ ഒരു ഫേസ്. അങ്ങനെ ഇരിക്കെയാണ് പബ്ലിക് സേഫ്റ്റി കമ്മീഷനിൽ നിന്ന് അവൾക്ക് മറ്റൊരു മിഷൻ വരുന്നത്. ഒരു സൂപ്പർ ഹീറോ 2 സിവിലിയൻസിനെ ക്രിമിനൽസ് ആണെന്ന് പറഞ്ഞ് റിവാർഡ് വാങ്ങിച്ചു. ആ ഒരു സൂപ്പർ ഹീറോയെ പണിഷ് ചെയ്യുക എന്നതാണ് അവളുടെ റെസ്പോൺസിബിലിറ്റി. സൂപ്പർ ഹീറോസ് ഒരിക്കലും മോശമാണെന്ന് സമൂഹത്തിന്റെ ഇടയിൽ സ്പ്രെഡ് ആവാൻ പാടില്ല. സോ സമൂഹത്തിനെ ഈ കാര്യങ്ങളൊന്നും അറിയിക്കാതെ തന്നെ രഹസ്യമായിട്ട് അവനെ പണിഷ് ചെയ്യണം. പക്ഷെ അവൾക്കാണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. ജനങ്ങള് ഹീറോസിന്റെ റിയൽ ഫേസ് എന്താണെന്ന് മനസ്സിലാക്കണം. ഇത്തരത്തിൽ മോശമായിട്ടുള്ള ഹീറോസ് ഉണ്ടെന്ന് ജനങ്ങൾ തിരിച്ചറിയണമെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ആളുടെ നേർക്ക് റൈസ് ചെയ്യും. പബ്ലിക് കമ്മീഷണർ ചെയർമാൻ ആണെങ്കിൽ അവളെ സ്പോട്ടിൽ തന്നെ ഡിസ്മിസ് ചെയ്യും. ആ ദേഷ്യത്തിന് അവൾ അദ്ദേഹത്തെ തന്നെ കൊന്നുകളയുകയാണ്. കട്ട് ചെയ്ത ഇസുക്ക് പയ്യനാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കേട്ട് ഞെട്ടുകയാണ്. അവളാണെങ്കിൽ തീർത്തു പറയും, ഞാൻ തിരികെ ജയിലിലേക്ക് പോയാലും ഇത് തന്നെയാണ് സംഭവിക്കുക. അതിനു മുൻപ് ആൽഫാർ 1 ഇവിടെ ഏറ്റെടുക്കട്ടെ, അതിലൂടെയെങ്കിലും എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് അവളാണെങ്കിൽ വീണ്ടും വീണ്ടും ഹീറോയെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അവൾ ആ സ്റ്റോറീസ് എല്ലാം പറയുന്ന അതേ സമയം നമ്മുടെ ഹീറോ ആണെങ്കിൽ വെബ് വെച്ച് അവളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അവളാണെങ്കിൽ ഡൈവേർട്ട് ആവും. ഹീറോ ആണെങ്കിൽ അവളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും. അതിന് അവൾ പറയും, നീയും ഒരു ഫേക്ക് സൂപ്പർ ഹീറോ തന്നെയാണ്. സോ ഡബോറയ്ക്കും ആൽഫാർ 1 നിന്നെ കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് പറഞ്ഞ് അവൾ വീണ്ടും വീണ്ടും അവനെ ഷൂട്ട് ചെയ്യും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് വീണ്ടും ഫ്ലാഷ് ബാക്ക് കാണിക്കും. ആ ഒറ്റക്കയ്യനും ഈ ഒരു വില്ലത്തി പെണ്ണും അവർ രണ്ടുപേരും ജയിൽ ചാടി ഒരുമിച്ചാണ് കടന്നു വരുന്നത്. ഒരുമിച്ചാണ് പുറത്തേക്ക് കടന്നു വന്നത്. ആ സമയത്താണ് ആൽഫാർ 1 ഇസുക പയ്യനെ പിടിക്കാനുള്ള ഒരു മിഷൻ അത് അവളെ ഏൽപ്പിച്ചത്. സോ ആ മിഷൻ ഏറ്റെടുക്കുന്ന സമയം ഒറ്റക്കയ്യനാണെങ്കിൽ ഇസുക്കിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ അവൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. സോ അവനാണെങ്കിൽ അവൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇസുക്കിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഇസുക്കിനെ കാണിച്ചും കൊടുത്തു. അതിനുശേഷം ഇപ്പൊ അവൻ വിളിച്ചു പറയും, ഞാൻ നിനക്ക് വാക്ക് തന്ന കാര്യം ചെയ്തു കഴിഞ്ഞു. ഇനി എത്രയും വേഗം എന്നെ എന്റെ പപ്പയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോ. ഇവിടെ അവളാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവനുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. ഹീറോ ആണെങ്കിൽ ഇപ്പൊ ആ ചെസുക്കി ഒറ്റക്കൈന്റെ അടുത്തേക്ക് പോവും. അവളാണെങ്കിൽ ഇപ്പൊ ഷൂട്ട് ചെയ്യും. ഹീറോ തെന്നി മാറുന്ന സമയം ആ ബുള്ളറ്റ് ആണെങ്കിൽ അവളുടെ ഫ്രണ്ട് ആ ഒറ്റക്കൈയൻ ചെസുക്കിയുടെ അടുത്തേക്ക് വരികയാണ്. അടുത്ത നിമിഷം ഹീറോ അവന്റെ മൾട്ടിപ്പിൾ പവർ അത് ഉപയോഗിക്കുകയാണ്. ഹീറോയുടെ മാസ്റ്ററിന് ബുള്ളറ്റിനെ കഴിഞ്ഞ് സ്പീഡിൽ പോകാൻ കഴിയുമായിരുന്നു ആ 1/4 പവർ ഉപയോഗിച്ച്. സോ ഇപ്പൊ അവനും 1/4 പവറിന്റെ ശക്തി കൊണ്ട് ബുള്ളറ്റിനെ കഴിഞ്ഞ് സ്പീഡിൽ പോയി അവനെ സേവ് ചെയ്യാണ്. അത് കണ്ട് അവൾ ഞെട്ടും. ഹീറോ ആണെങ്കിൽ ആ പവർ എല്ലാം തന്നെ കമ്പൈൻ ചെയ്ത് അവളുടെ ഗൺ അങ്ങനെ ചവിട്ടി തകർക്കുകയാണ്. ഒരു സെക്കൻഡ് അവൾ ചെറുപ്പത്തിൽ സൂപ്പർ ഹീറോ ആയി മാറുമ്പോൾ അവൾക്ക് എപ്രകാരമാണോ ഫീൽ ചെയ്തത് അതുപോലെ അവൾക്ക് വീണ്ടും തോന്നും. പക്ഷെ എന്താ, ഇപ്പൊ അവൾ പൂർണ്ണമായിട്ടും ചേഞ്ച് ആയി. ഈ ഒരു സൊസൈറ്റിയാണ് അവൾ അപ്രകാരം മാറ്റിമറിച്ചത്. ഹീറോ ആണെങ്കിൽ അവളുടെ കൈ പിടിച്ചു പറയും, ഉറപ്പായാലും നിനക്കൊരു നല്ല മനസ്സുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആൽഫാർ 1 അവനൊരു ഡാർക്ക് പവറാണ്. ഇനിയെങ്കിൽ നീ തിരിച്ചറിയണം, ഞങ്ങളോടൊപ്പം നിൽക്കണം. അത് കേട്ട് അവളുടെ ഉള്ളിൽ ഒരു ചേഞ്ച് ഉണ്ടാവുകയാണ്. നീയാണ് ദ റിയൽ സൂപ്പർ ഹീറോ എന്ന് പറയുന്ന അതേ നിമിഷം അവളങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ്. ആക്ച്വലി അവൾക്ക് എന്തെങ്കിലും ഒരു മനസ്സുമാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ ആ നിമിഷം അവൾ ബ്ലാസ്റ്റ് ആവാനുള്ള ഒരു ടെക്നിക്ക് അവളുടെ ബോഡിയിൽ ഓൾറെഡി ആൽഫാർ 1 സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഇപ്പൊ അതാണ് അവിടെ സംഭവിച്ചത്. തകർന്ന് താഴേക്ക് വീണ അവളെ ഇപ്പൊ ഹീറോ പിടിക്കും. നിങ്ങൾ ഒരു റിയൽ ഹീറോ ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ദയവ് ചെയ്ത് ഈ സമയത്തെങ്കിലും നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ എന്നോട് പറയണം. മരണത്തോട് മല്ലടിക്കുന്ന അവളാണെങ്കിൽ ഇപ്പൊ പതിയെ കണ്ണുകൾ തുറന്ന് അവൾക്കറിയാവുന്ന കാര്യങ്ങൾ പറയാൻ ശ്രമിക്കും. അവൾ പതിയെ കണ്ണു തുറന്ന് ഇപ്പൊ ഹീറോയോട് പറയും, എയ്ബറി ഹുഡ്സിൽ ഒരു വലിയ മാൻഷൻ ഉണ്ട്. നിന്നെ അവിടേക്ക് കൊണ്ടുചെല്ലാനാണ് എന്നോട് പറഞ്ഞത്. എന്നോട് മാത്രമല്ല മറ്റു ചിലരോടും കൂടെ ഇതേ മിഷൻ അദ്ദേഹം ഏൽപ്പിച്ചിരുന്നു. ഇതിൽ കൂടുതൽ എനിക്കൊന്നും അറിയില്ല എന്ന് പറയും. ആ സമയം എൻഡവറാണെങ്കിൽ ആ ഒറ്റക്കൈയനുമായിട്ട് അവിടേക്ക് വരും. അവൻ റിക്വസ്റ്റ് ചെയ്യും, ദയവ് ചെയ്ത് എന്നെ എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഒരിക്കലെങ്കിലും കൊണ്ടുപോകണം. ഉടനെ ഹീറോയ്ക്കാണെങ്കിൽ ആ ഒരു കുഞ്ഞിപ്പണിനെ ആയിരിക്കും ഓർമ്മ വരിക. ഇവൻ അവൾ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. ആ കാര്യം ഹീറോ അവനോട് പറയും. ആദ്യം നീ ചെയ്ത തെറ്റ് അത് ഏറ്റു പറഞ്ഞ് അവളോട് മാപ്പ് പറയണം. അതിനുശേഷം നിന്റെ അച്ഛനെ ഞാനൊന്ന് നിനക്ക് കാണിച്ചു തരാമെന്ന് പറയും. ഉടനെ മാസ്റ്റർ ആൽമൈറ്റും അവിടേക്ക് വരും. ഹീറോ ഓക്കെ ആണെന്ന് അറിഞ്ഞതിൽ അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷം. ഹീറോ ആണെങ്കിൽ എത്രയും വേഗം ആംബുലൻസ് വിളിക്കാൻ പറയും. കാരണം അവൾ മരണത്തോട് മല്ലടിക്കുകയാണ്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.